ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ടുള്ള കടല വരട്ടിയ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല ഞാൻ തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ കടല ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഇതിലാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. കടല വേവുന്ന സമയം കൊണ്ട് ഇതിൻ്റെ മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ അതിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഇടുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇടാൻ മറന്നു പോകരുത്. അതൊരു ബ്രൗൺ കളറാകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ, തേങ്ങാക്കൊത്തിൻ്റെ ഒക്കെ കളറ് ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള വലിയ ഉള്ളി വളരെ കനം കുറച്ചായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളീൻ്റെ കളർ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ, ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഇപ്പോൾ ഉള്ളീൻ്റെ കളറൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. മസാലപ്പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചക്കൊത്ത് മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കടല ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർത്തിരുന്നു. അപ്പോൾ ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. കടലയിലുള്ള വെള്ളം തന്നെയാണ് ഇതിൽ ഒഴിക്കുന്നത്. കടല ചേർത്തതിന് ശേഷം മസാലയായിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല, കടലയിലുള്ള വെള്ളം തന്നെയാണിത്. ഇനി ഇതൊന്ന് വറ്റി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ചേർക്കുന്നില്ല, കുട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇതിൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടല വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.